ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ സാന്റാക്രൂസ് ബസിലിക്കയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കൊച്ചിയിലെ ക്രിസ്മസ് കാഴ്ചകളെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ ഇയർ സമയത്ത് കൊച്ചി എങ്ങനെയാണ്, ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും ആഘോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ 2 ദിവസമായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ഡിസംബർ 31 പപ്പാഞ്ഞിനെ കത്തിക്കുന്ന വീഡിയോയും അതിന് തൊട്ട് മുമ്പ് കൊച്ചി എങ്ങനെയാണെന്നുള്ള ഒരു ഫുൾ വ്യൂവും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പം പള്ളിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, സാന്റാക്രൂസ് ബസിലിക്ക. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകളും ലൈറ്റിങ്ങും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ ഒരു പുതുമയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര പുതുമയൊന്നുമില്ല. പക്ഷേ വൺസിനെ വൈൽ കൊച്ചിയിലൊക്കെ ഒന്ന് വന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ പള്ളിയോട് ചേർന്നതിന് ഒരു വലിയ സ്റ്റാറും പിന്നെ കുറച്ച് രൂപങ്ങളും ഈ ചെമ്മരിയാടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ് കാണാൻ. പിന്നെ പള്ളിയുടെ ഇപ്പുറത്തായിട്ട് ഇതുപോലെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ രാത്രി വന്നേക്കണല്ലേ. നമ്മൾ മെയിനായിട്ട് ഈ ലൈറ്റ് കാണാനാണ് വന്നേക്കുന്നത്. എനിക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിക്കെന്നല്ല, മിക്കവർക്കും ഈ ലൈറ്റ്സ് കാണാനും ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ലൈറ്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അവിടെ കണ്ടോ, നല്ല രസമാണ്. നമുക്ക് അകത്തൊരു കൂടാരം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഇത് എക്സാക്റ്റ് കഴിഞ്ഞ വർഷം ചെയ്ത അതേപോലെ തന്നെയാണ്. മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു മാറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ കുറേ വിദേശികളെ കണ്ടിട്ടാ. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിദേശികൾ അത്ര ഉണ്ടായിരുന്നില്ല, ഈ കോവിഡൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വിദേശികൾ കടകളിൽ കഴിക്കാനാണെങ്കിലും പുറത്തൂടെയൊക്കെ നടക്കുന്നവരാണെങ്കിലും ഒത്തിരി വിദേശികളുണ്ട്. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പരേഡ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് പപ്പാഞ്ഞിനെ റെഡിയാക്കുന്നത് ഡിസംബർ 31 കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കണ്ട കൊച്ചിൻ കാർണിവലിൻ്റെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്കാണ് റാലിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ വഴികളുള്ള വീടുകളാണെങ്കിലും കടകളാണെങ്കിലും എല്ലാം തന്നെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലവും കാണാൻ നല്ല അടിപൊളിയാണ്. കുറേ ലൈറ്റുകളും നക്ഷത്രങ്ങളും മറ്റേ ചിമ്മിനി ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് കൊച്ചിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഷോപ്പാണ്. നമ്മുടെ ബീച്ചിന്റെ ഭാഗത്തായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചി എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ദിവസം ഞാൻ ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡ് നല്ല അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്ര അടിപൊളിയൊന്നും അല്ല. പിന്നെ വിദേശികളൊക്കെ ആകുമ്പോൾ എന്തായാലും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കുമല്ലോ ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ടാവും. ഈ ഹോട്ടൽ കണ്ട, ഈ ഹോട്ടൽ മിക്കവർക്കും തന്നെ അറിയായിരിക്കും. കൊച്ചിയിലുള്ളവർക്കും കൊച്ചിയിൽ വരാത്തവർക്കും ഒക്കെ ഈ ഹോട്ടൽ അറിയാവുമായിരിക്കും. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഓൾഡ് ഹാർബർ ഹോട്ടൽ എന്നാണ് പേര്. ഒരുപാട് സിനിമകളിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഷൈൻ നിഗത്തിന്റെ ഒരു സിനിമയിലും ഈ ഹോട്ടൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ 2 സ്ഥലത്തുള്ള കടകളിലും നിറയെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വിദേശികളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്ട്രീറ്റ് കൂടിയിട്ടാണ്. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ സ്ട്രീറ്റ് കണ്ടിട്ടില്ലേ, അതുപോലുള്ളൊരു ഫോട്ടോ സ്ട്രീറ്റ് കൂടിയിട്ടാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സമയമാകുമ്പോൾ ഈ ഷോപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് ഡെക്കേഴ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിക്കും. ഇവിടെ കുറേ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ തുണിക്കടകളിലൊക്കെ കിടക്കുന്ന തുണികൾ കൂടുതലും വിദേശികളെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും. അതായത് ചൂടെടുക്കാത്ത രീതിയിലുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും. കൂടുതലും അവരെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അവർ ബീച്ചിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുപോലുള്ള കടകളാണ് ഈ സ്ട്രീറ്റിൻ്റെ 2 വശത്തും ഉള്ളത്. കടകളൊക്കെ കാണാൻ അല്ലെങ്കിൽ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഈ കാണുന്ന കടകളൊക്കെ ഇതൊരു എക്കോ ക്ലോത്തിങ് സ്റ്റോറാണ്, ആമ്പൽ എക്കോ ക്ലോത്തിങ് സ്റ്റോർ. അത് ഈ ക്രിസ്മസ് ടൈമും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇപ്പുറത്തുള്ള കുറേ കടകളുണ്ട് കേട്ടോ. ഈ ഒരു വഴി കൂടെ നമുക്ക് വെറുതെ ഒന്ന് നടന്നു പോയാൽ മതി. ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, അത്രയ്ക്ക് അടിപൊളി സംഭവങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇത് ഡ്രസ്സൊക്കെ നോക്കെ എല്ലാം തന്നെ നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, കാണാനൊരു ഭംഗിയാക്കിയിട്ട്.
നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിലെ സ്പൈസ് കോർണർ എന്ന് പറയുന്നൊരു കടയിൽ നിൽക്കുകയാണ്. ആ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ കോർണറിലായിട്ട് വരുന്നത്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, സ്പൈസസും ഓർണമെൻറ്റ്സും ആൻറ്റിക് പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷൻ ഒരു ഹോബി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ മാഗ്നറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സദ്യ, നമ്മുടെ ഓണത്തിനുള്ള സദ്യ വിളമ്പുന്ന ഒരു മാഗ്നറ്റ് ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ മാഗ്നറ്റുകളുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നമ്മുടെ ഒരു കേരളത്തിന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ജ്വല്ലറീസ് ഉണ്ട്, ആൻറ്റിക് ജ്വല്ലറീസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്പൈസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ ബാസ്റ്റ്യൻ സ്ട്രീറ്റിലാണ്. ബാസ്റ്റ്യൻ സ്ട്രീറ്റ് തുടങ്ങുന്നിടത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മലയാള സിനിമ ബിഗ് ബിയിൽ കാണിക്കുന്ന വീട് ഇതാണ്. ബിലാൽ ജോൺ കുരിശിങ്ങളുടെ വീടായിട്ട് കാണിക്കുന്ന ആ ബിൽഡിംഗ് ആണിത്. ഇപ്പോൾ ഇതൊരു ഹോം സ്റ്റേ ആണ്. വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. പല ഓൺലൈൻ സൈറ്റുകളിൽ ഇത് നമുക്ക് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എത്ര റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ മിക്ക സൈറ്റുകളിലുണ്ട്. booking.com അങ്ങനെയുള്ള സൈറ്റുകളിൽ ഈ വീടുകൾ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പോകുന്നത് പരേഡ് ഗ്രൗണ്ടിലേക്കാണ്. അവിടെ നിന്ന് വരുന്ന ആളുകളുടെ തിരക്കായത്. എല്ലാവരും ഇന്നേ വന്നേക്കോ പപ്പാനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്നത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുമൊക്കെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പരേഡ് ഗ്രൗണ്ടിലേക്ക് പോവാം, പപ്പാനിയെ കാണാം. അപ്പം നമ്മൾ നിൽക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങ് അറ്റത്തായിട്ട് പപ്പാനിയെ കാണാം. ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ട, എല്ലാം കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. നാളെ എരിയാൻ പോകുന്ന സാധനമാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത്, ശരിക്കും ഇവിടെ ഈ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യം. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ കണ്ട, ഇവിടെ നിന്ന് അങ്ങ് വരെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ട, ഇതിപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഏത് ഗ്രൗണ്ടിൽ വന്നാലും ഈ സംഭവം കാണാം. കഴിഞ്ഞ ആഴ്ചത്തെ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലയിൽ വെച്ച് നടക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഡിസംബർ 30-നാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. നാളെയാണ് ശരിക്കും തിരക്ക് വരുന്നത്. നാളെ രാത്രി 12 മണിക്ക്, അതായത് ഡിസംബർ 31-ന് രാത്രി 12 മണിക്കാണ് ഈ പപ്പാനിനെ കത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ അടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ നാളത്തെ വിഷ്വലും കൂടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഒറ്റ വീഡിയോയിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പപ്പാനിയുടെ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരികെ പോവുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പരേഡ് ഗ്രൗണ്ടിൽ പപ്പാനിയുടെ അടുത്താണ്. എൻ്റെ മുന്നിൽ കാണുന്നതാണ് പപ്പാനി. നല്ല നീല പാൻറ്റും പച്ച ഉടുപ്പും കയ്യിൽ ചുമന്ന വടിയും കയ്യിൽ നിറയെ പൂക്കളമൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ലൊരു സുന്ദരം പപ്പാനി. ഈ പപ്പാനിനെയാണ് നാളെ രാത്രി കത്തിക്കാൻ പോകുന്നത്. ഡിസംബർ 31-ന് രാത്രി 12 മണിക്കാണ് ഈ പപ്പാനിനെ കത്തിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിസംബർ 31-ന് രാത്രിയിലുള്ള പരേഡ് ഗ്രൗണ്ടിലെ കാഴ്ചകളാണ്. ഈ വർഷത്തെ പപ്പാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 80 അടി നീളമുള്ള പപ്പാനിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവായിരിക്കുന്നത്. പപ്പാനി എന്ന് പറഞ്ഞാൽ ഒരു പോർച്ചുഗീസ് സങ്കല്പമാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു വൃദ്ധൻ എന്നാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 2023-ലെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ വൃദ്ധനകത്ത് അടക്കം ചെയ്ത് നമ്മളിതിനെ രാത്രി 12 മണിയോടുകൂടി കത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. അതാണ് ഈ പപ്പാനി കത്തിക്കുന്നതിൻ്റെ സങ്കല്പം. സാധാരണ എല്ലാ വർഷവും ഈ പപ്പാനി കത്തിക്കുന്നതോടനുബന്ധിച്ച് ഇവിടെ DJയും ഗാനമേളയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും അങ്ങോട്ട് ഭംഗിയായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും പ്രോഗ്രാംസ് ഒന്നും നല്ലതായിരുന്നില്ല. അവസാനമായപ്പോൾ സ്റ്റേജിലേക്കൊക്കെ ആൾക്കാർ വേസ്റ്റ് കുപ്പികളും ഒക്കെ വലിച്ചെറിയാൻ തുടങ്ങി. അത്രയ്ക്ക് മോശമായിരുന്നു പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പപ്പാനിയെ കത്തിക്കുന്നത് കാണാം.